ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് കേട്ടോ. കേട്ടറ്റുകാർക്കും ബി എഡുകാർക്കും ഡി എൽഡുകാർക്കും മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ്. LP UPക്കാർക്കൊക്കെ മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, വിദ്യാഭ്യാസ നയം, എഡ്യൂക്കേഷൻ പോളിസി. ഇതോടുകൂടി നമ്മൾ ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ LP UP എക്സാമിനൊക്കെ വേണ്ടത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കാണുക കേട്ടോ. വിദ്യാഭ്യാസ നയത്തിൽ പെടുന്നതാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയവും 1986 ദേശീയ വിദ്യാഭ്യാസ നയവും കേട്ടോ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 1968 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം കേട്ടോ. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു നയം പ്രഖ്യാപിച്ചത്. ദെൻ 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടെ പറയാം. ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു. ഇതാണ് 1968 വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകത കേട്ടോ. എന്താണ്? ഗ്രാമങ്ങളിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ വിദ്യാലയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എന്നതാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ദെൻ രാജ്യത്താകമാനം 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയമാണ് ഇത് കേട്ടോ. രാജ്യത്താകമാനം 10+2+3 എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച ഒരു നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ശാസ്ത്ര പഠനത്തിൻ്റെ വികസനത്തിന് മുൻഗണന നൽകൽ, ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം നടപ്പിലാക്കൽ, വയോജന വിദ്യാഭ്യാസം, പാഠപുസ്തക രചനയും പ്രാധാന്യം, ഇവയ്ക്കൊക്കെ പ്രാധാന്യം അല്ലെങ്കിൽ മുൻഗണന നൽകിയ ഒരു വിദ്യാഭ്യാസ നയമാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ശാസ്ത്ര പഠനത്തിൻ്റെ വികസനത്തിന് മുൻഗണന നൽകി, ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം നടപ്പിലാക്കി, വയോജന വിദ്യാഭ്യാസത്തിനും പാഠപുസ്തക രചനയ്ക്കും പ്രാധാന്യം നൽകി. ഇതൊക്കെ എന്താണ്? 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അടുത്തത്, അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. 4 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, 4ാം പഞ്ചവത്സര പദ്ധതിക്ക് മുമ്പ് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിക്ക് മുൻപ് തന്നെ എന്താ ചെയ്യേണ്ടത്? പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കി. ദെൻ പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായിട്ട് നൽകുക എന്നത് എന്തിൻ്റെയാണ്? അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശമാണ്. ദെൻ പഠനത്തിൽ താല്പര്യവും ശേഷിയുമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, സ്കോളർഷിപ്പ് നൽകുക. അപ്പോൾ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതികൾ ആരംഭിച്ചു. പിന്നെ പറയുന്നത്, പിന്നോക്ക സമുദായം, SC, ST, വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക. അപ്പോൾ SC, ST, വികലാംഗർ, പിന്നോക്ക സമുദായം, ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യണം? പ്രത്യേക പ്രോത്സാഹനം നൽകണം എന്നുകൂടെ അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കി, വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകി, മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതികൾ ആരംഭിച്ചു, SC, ST, വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകും. അപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് കേട്ടോ. 1968 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ്. കൺഫ്യൂഷൻ ആവരുത്, മാറിപ്പോവരുത്. ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഇവിടെ എന്താണ്? ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും
ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത ഒരു വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം കേട്ടോ. ദെൻ കേന്ദ്ര ഗവൺമെൻറ് 1985 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1986. എന്താണ് ഇവിടെ പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് 1985 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ചലഞ്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1986 എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. 10+2+3 കേട്ടോ, ഘടന രാജ്യമൊട്ടാകെ അംഗീകരിച്ചു. പിന്നെന്താ ഇവിടെ പറയുന്നത്? ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന് തരംതിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഫസ്റ്റിലെ നമ്മളിപ്പോൾ പറഞ്ഞു 10+2+3 എന്ന് പറഞ്ഞു അല്ലേ. അതിലെ 10 ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന് തരംതിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് 1985 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ചലഞ്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന രേഖയുടെ ചർച്ചകളുടെ തുടർച്ചയാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. പിന്നെ 10+2+3 എന്ന ഘടന രാജ്യമൊട്ടാകെ അംഗീകരിച്ചത് ഈ ഒരു നയം വന്നതിന് ശേഷമാണ്. പിന്നെ പറയുന്നത് ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിച്ചു. പിന്നെന്താ പറഞ്ഞത്? ഗവേഷണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതൊക്കെ 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണല്ലേ. പിന്നെന്തായിരുന്നു? ആദ്യത്തെ 10 വർഷത്തെ 5+3+2 എന്ന് തരംതിരിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986 കേട്ടോ. നോട്ട് ചെയ്തോളൂ. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എപ്പോഴാണ്? 1986 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പ്രീ പ്രൈമറി ടീച്ചർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം ഏതാണ്? 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് കേട്ടോ. അധ്യാപക പരിശീലനത്തിനായിട്ട് ഡയറ്റ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 3 വർഷത്തെ സർവകലാശാല പഠനം വേണമെന്ന് പറഞ്ഞത് 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ് കേട്ടോ. ഈ 3 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത് കേരള വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്ന് 1990 സ്ഥാപിതമായത് എന്താണ്? കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ആണ് 1990 സ്ഥാപിതമായത് കേട്ടോ. ഒന്നുകൂടെ പറയാം. 1990 കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് സ്ഥാപിതമായി. പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് മാറ്റിയ ഒരു പദ്ധതിയാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകിയത് ഡയറ്റാണ് കേട്ടോ. ഡയറ്റാണ് ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകിയത്. പിന്നെ പറയുന്നതാണ് ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978 കേട്ടോ. ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978. അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച ഒരു വിദ്യാഭ്യാസ നയമാണ് ഏത്? 1986 ദേശീയ വിദ്യാഭ്യാസ നയം. അപ്പോൾ ഇത് 3 നോട്ട് ചെയ്ത് വെച്ചോളൂ. അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ നയം
നയമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഈ ദേശീയ വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1978 ജില്ലയിലെ പ്രാഥമിക വയോജന വിദ്യാഭ്യാസ പരിപാടികൾക്ക് പിന്തുണ നൽകുന്നത് ഡയറ്റാണ് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടാണ്. 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 കേട്ടോ. ഇതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് NCERT പ്രത്യേക പ്രാധാന്യം നൽകുന്നു. അപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് NCERT ആണ് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2000 എന്നതിൻ്റെ പരിഷ്കരണമാണ് 2005 നടന്നത്. അപ്പോൾ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2000 എന്നതിൻ്റെ പരിഷ്കരണമാണ് 2005 നടന്നത്. ഇതിലേക്കായി പ്രൊഫസർ യശ്പാലിൻ്റെ നേതൃത്വത്തിൽ NCERT ഒരു ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അപ്പോൾ പ്രൊഫസർ യശ്പാലിൻ്റെ നേതൃത്വത്തിലാണ് NCERT ഒരു ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതല ആർക്കായിരുന്നു? ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരുന്നു കേട്ടോ. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതലയുള്ളത് ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരുന്നു. 21 ദേശീയ ഫോക്കസ് ഗ്രൂപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റിക്ക് സഹായകരമായി ഉണ്ടായിരുന്നു. അപ്പോൾ 21 ദേശീയ ഫോക്കസ് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഈ ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ, ഇവർ പ്രധാനമായും ശ്രദ്ധിച്ച മേഖലകളായിരുന്നു പാഠ്യപദ്ധതി പരിഷ്കരണ മേഖലകൾ, ക്രമമായ പരിഷ്കരണം, ദേശീയ അഭിരുചി. ഈ 3 എണ്ണമായിരുന്നു ഇവർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച മേഖലകൾ കേട്ടോ. ഏതൊക്കെയാണ്? പാഠ്യപദ്ധതി പരിഷ്കരണ മേഖലകൾ, ക്രമമായ പരിഷ്കരണം, ദേശീയ അഭിരുചി. ഈ സ്ക്രീനിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ NCF 2005 പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഠിതാവിൻ്റെ വികാസം, പഠനം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് NCF 2005 എന്താണ്? പഠിതാവിൻ്റെ വികാസം, പഠനം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണമെന്ന് NCF 2005 നിർദ്ദേശിച്ചു. പിന്നെ അറിവ് നിർമ്മാണത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകണമെന്നുകൂടെ പറയുന്നുണ്ട്. പിന്നെയാണ് നിർമ്മാണം, കണ്ടെത്തൽ, അപഗ്രഥനം, വിമർശനാത്മക ശേഷി എന്നിവ വളർത്തണമെന്നുകൂടെ NCF 2005 നിർദ്ദേശിച്ചു കേട്ടോ. അറിവ് നിർമ്മാണത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകണം. പിന്നെ നിർമ്മാണം, കണ്ടെത്തൽ, അപഗ്രഥനം, വിമർശനാത്മക ശേഷി എന്നിവ വളർത്തണം. ബോധന മാധ്യമം എന്തായിരിക്കണം? മാതൃഭാഷയായിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ബഹുഭാഷാ സ്വഭാവത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സമ്പത്തായി ഉപയോഗിക്കുക എന്ന് നിർദ്ദേശിച്ചു. ദെൻ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലെ വ്യവസ്ഥാ സംബന്ധിയായ ഏറ്റവും പ്രധാന നടപടി പരീക്ഷാ പരിഷ്കരണമാണ്. ചോദ്യങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി മൂല്യനിർണ്ണയത്തിൽ ഓർമ്മശക്തിയേക്കാൾ പ്രാധാന്യം സർഗാത്മകതയ്ക്കും യുക്തിചിന്തയ്ക്കും നൽകണമെന്ന് പറയുന്നുണ്ട്. അതായത് മൂല്യനിർണ്ണയത്തിൽ ഓർമ്മശക്തിയേക്കാൾ സർഗാത്മകതയ്ക്കും യുക്തിക്കും പ്രാധാന്യം നൽകണമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ നവീകരണത്തിന് സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്നുകൂടെ NCF 2005 നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? അറിവ് നിർമ്മാണത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകണം. ബോധന മാധ്യമം എങ്ങനെയായിരിക്കണം? മാതൃഭാഷയിലായിരിക്കണം. പിന്നെ നിർമ്മാണം, കണ്ടെത്തൽ, അപഗ്രഥനം, വിമർശനാത്മക ശേഷി എന്നിവ വളർത്തണം എന്ന് പറയുന്നുണ്ട്. ഘടനാപരമായ പരിഷ്കരണങ്ങൾ ലക്ഷ്യം വിദ്യാഭ്യാസ ഗുണമേന്മയായിരിക്കണമെന്ന് NCF 2005 നിർദ്ദേശിച്ചു. മൂല്യനിർണ്ണയത്തിൽ ഓർമ്മശക്തിയേക്കാൾ സർഗാത്മകതയ്ക്കും യുക്തിക്കും പ്രാധാന്യം നൽകണമെന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ നവീകരണത്തിന് എന്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കണം? സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണം എന്നുകൂടെ NCF 2005 നിർദ്ദേശിക്കുന്നുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത് പാഠ്യപദ്ധതി രൂപീകരണത്തിൽ NCF 2005 നിർദ്ദേശിക്കുന്ന 5 നിയമ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. എന്താണ്? പാഠ്യപദ്ധതി രൂപീകരണത്തിൽ NCF 2005 നിർദ്ദേശിക്കുന്ന 5 നിയമ തത്വങ്ങൾ. അറിവിനെ സ്കൂൾ പുറത്തുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക. കാണാപ്പാഠം അല്ലല്ലോ, മനസ്സിലാക്കി പഠിക്കുന്നതിലാണ് പ്രാധാന്യം നൽകേണ്ടത്. പിന്നെ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് പാഠ്യപ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്.
പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാകുകയും ക്ലാസ് മുറിയിലെ പഠനാനുഭവങ്ങളുമായി ഉദ്ഗ്രഥിക്കുകയും ചെയ്യുക. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തങ്ങൾക്കതീതമായ ഒരു സ്വത്വം വളർത്തുക. അതായത് രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പരസ്പരം താല്പര്യം എടുക്കുന്നതും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങൾക്കതീതമായ ഒരു സ്വത്വം വളർത്തിക്കൊണ്ടുവരിക എന്നതും പാഠ്യപദ്ധതി രൂപീകരണത്തിന് NCF 2005 നിർദ്ദേശിക്കുന്ന ഒരു നിയമ തത്വമാണ്. അപ്പോൾ 5 നിയമ തത്വങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്തൊക്കെയാണ്? അറിവിനെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തുക, കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക, പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക, പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാകുകയും ക്ലാസ് മുറിയിലെ അനുഭവങ്ങളുമായിട്ട് സംയോജിപ്പിക്കുകയും ചെയ്യുക, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തങ്ങൾക്കതീതമായ ഒരു സ്വത്വം വളർത്തുക. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രധാന വ്യവസ്ഥകളാണ് നോക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 കേട്ടോ. വിദ്യാഭ്യാസത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ല് ഏത് എന്ന് ചോദിച്ചാൽ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നു. അതായത് 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിദ്യാലയ പ്രവേശനത്തിന് തലവരിപ്പണം പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പഠന ബോധന രീതി പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാബന്ധിതവുമായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പഠന ബോധന രീതി എങ്ങനെയായിരിക്കണം? പ്രവർത്തനാധിഷ്ഠിതവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയാബന്ധിതവും ആയിരിക്കണം. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2009 ഓഗസ്റ്റ് 26 നോട്ട് ചെയ്ത് വെച്ചോളൂ. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ്? 2009 ഓഗസ്റ്റ് 26. ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതാണ് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2010 ഏപ്രിൽ 1 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്തത് NCFTE 2009 കേട്ടോ. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അധ്യാപക വിദ്യാഭ്യാസത്തിന് പരിഷ്കാരങ്ങൾ വേണമെന്ന് നിർദ്ദേശിച്ചത് NCFTE 2009 കേട്ടോ. ഈ NCFTE 2009 പ്രധാന നിർദ്ദേശങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എലിമെൻ്ററി അധ്യാപക പരിശീലനത്തിനായിട്ട് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് എലിമെൻ്ററി ടീച്ചർ ട്രെയിനിങ് ആരംഭിക്കണമെന്ന് ആര് പറഞ്ഞ? NCFTE 2009 നിർദ്ദേശമാണ്. പിന്നെ പറയുന്നത് അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, കോഴ്സിൻ്റെ രൂപരേഖ എന്നിവ NCTE തയ്യാറാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസും കോഴ്സിൻ്റെ രൂപരേഖയൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? NCTE ആണ്. ഓക്കെ. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയം 2020. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് 2020 ജൂലൈ 29 കേട്ടോ. 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത്. ദെൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ കേട്ടോ. ഡോക്ടർ കെ കസ്തൂരി രംഗനാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ. ഓക്കെ. ഡോക്ടർ കെ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 രൂപീകരിച്ചത്. പിന്നെ പറയുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃകയാണ് 5+3+3+4. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ മാതൃകയാണ് 5+3+3+4.
ഈ 4 ഘട്ടത്തിൽ 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജാണ്, 3 to 8 വയസ്സ് വരെ. 3 എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജാണ്, 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ദെൻ പിന്നെ ഒരു 3 ഉണ്ട് അല്ലേ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജാണ് കേട്ടോ, 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. പിന്നെ 4 എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജാണ്, 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇങ്ങനെയാണ് 4 ഘട്ടമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത് കേട്ടോ. HRD മന്ത്രാലയത്തിൻ്റെ പുതിയ പേരാണ് വിദ്യാഭ്യാസ മന്ത്രാലയം കേട്ടോ. HRD മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തു. അതായത് HRD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലേ, മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേരാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അഥവാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് HECI, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ് കേട്ടോ HECI എന്ന് പറയുന്നത്. ഇതിനെ രൂപീകരിച്ചതും ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ് കേട്ടോ. HECIനെ രൂപീകരിച്ചു. പിന്നെ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പോൾ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ NRF എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ നയം, എഡ്യൂക്കേഷൻ പോളിസി എന്നതിൽ എന്തൊക്കെയാണ് പഠിച്ചത്? 1968 ദേശീയ വിദ്യാഭ്യാസ നയം, 1986 വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിച്ചു. NCF അല്ലെ, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 കുറിച്ച് പഠിച്ചു. പിന്നെന്താ നമ്മൾ നോക്കിയത്? വിദ്യാഭ്യാസ അവകാശ നിയമം ത്തെക്കുറിച്ച് പഠിച്ചു. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് NCF-TE 2009 കുറിച്ച് പഠിച്ചു. അതിൽ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ലാസ്റ്റ് പഠിച്ചതാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഇനി എഡ്യൂക്കേഷൻ പോളിസി, ഇതിൽ വരുന്ന PYQ എന്തൊക്കെയാണ് കൂടെ നോക്കിയാൽ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ചൈൽഡ് സൈക്കോളജിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സബ്ജക്റ്റുകൾ എടുക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10th+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സാണ് നല്ലത്? ഏതാണ്? ഓപ്ഷൻ A 6 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഓപ്ഷൻ B 1 വർഷ ഡിപ്ലോമ കോഴ്സ്, ഓപ്ഷൻ C 2 വർഷ ഡിപ്ലോമ കോഴ്സ്, ഓപ്ഷൻ D 1 വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ B 1 വർഷ ഡിപ്ലോമ കോഴ്സാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10th+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സ് കേട്ടോ, 1 വർഷ ഡിപ്ലോമ കോഴ്സ്. അടുത്തത്, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 തേർഡ് ക്വസ്റ്റ്യൻ, 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായി 5+3+3+4 എന്ന ഘടനാ പരിഷ്കാരം നിർദ്ദേശിച്ചത് ഏത് നയമാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടോപ്പിക്സ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി, കാണാൻ പറ്റും. എല്ലാ ടോപ്പിക്കും നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ വേറെ സബ്ജക്റ്റുകളായിരിക്കും എടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ നോക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ